ക്ഷമയെ പരീക്ഷിക്കുന്ന സിനിമയാണ്. ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഈ സ്ക്രിപ്റ്റ് ഒന്നും നോക്കാതാണോ ഇവരൊക്കെ ഇത്രയും? ഈ മമ്മൂട്ടിയുടെ ഫിലിമൊക്കെ ഇറങ്ങിക്കൊണ്ട് ആൾ കുറവെന്നേ ഉള്ളൂ. ആൾ വളരെ കുറവാണ്. അല്ലാത്തൊരു സമയം ഇറങ്ങുന്നെങ്കിൽ നല്ല ആൾ കണ്ടേ. നോർമൽ ഒരു പടമായിട്ടാണ് തോന്നി. ഇതുവരെ കണ്ടുവന്ന കഥകൾ തന്നെയാണ്, പുതിയതായിട്ട് കഥയൊന്നും ഇല്ല. സ്ട്രക്ചറും ഇല്ലാത്ത രീതിയിൽ സിനിമ ചെയ്തിരിക്കുന്ന കാണുമ്പോൾ വിഷമം തോന്നി. കാരണം പ്രൊഡ്യൂസറുടെയൊക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ വളരെ വിഷമം തോന്നി. കാരണം ഒന്നുമില്ല അതിനകത്തിൽ, സ്റ്റഫേ ഇല്ല. ചുമ്മാ ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് സിനിമ കണ്ട് പകുതിക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു ശീലമില്ല. ഭയങ്കര ബോറായിരുന്നു. കോമഡി ഇല്ല. പടത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പടം കാണാൻ പറ്റത്തില്ല. ക്ഷമയെ പരീക്ഷിക്കുന്ന സിനിമയാണ്. അതായത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അതിനകത്തിലില്ല. ആവറേജ് ആണ് പടം, കുഴപ്പമില്ല. ഫണ്ണായിട്ട് വാച്ച് ചെയ്യാം, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. ആദ്യം ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോ ആണ്. ഈ മമ്മൂട്ടിയുടെ ഫിലിമൊക്കെ ഇറങ്ങിക്കൊണ്ട് ആൾ കുറവെന്നേ ഉള്ളൂ. ആൾ വളരെ കുറവാണ്. അല്ലാത്തൊരു സമയം ഇറങ്ങുന്നെങ്കിൽ നല്ല ആൾ കണ്ടേ. എനിക്കൊന്ന് പ്രൊഡക്ഷൻ ഹെല്ലി കിടന്ന ഒരു പടമാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ സിനിമ പോകുമ്പോൾ തന്നെ അറിയാം, പലരും മുടി ഭാസിയൊക്കെ ആണെങ്കിൽ ആദ്യം മുടി കട്ട് ചെയ്തും പിന്നെ മുടി വളർത്തിയും. അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂറ്റിയെ ഫീൽ ചെയ്യുന്നില്ല. സ്ക്രിപ്റ്റ് വൈസ് വളരെ വളരെ മോശമായിട്ട്. ട്രിപ്പ് സംബന്ധപ്പെട്ടതാണ്. പക്ഷെ കൊള്ളാം, കുഴപ്പമില്ല, കണ്ടിരിക്കുക. മെസ്സേജ് എന്ന് പറയാനല്ല, ഒരു റോഡ് മൂവി ഫിലിമാണ്. പക്ഷെ നല്ല കണ്ടിരിക്കുക. നമുക്കൊരു കുറച്ച് കൾച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇത് പുതിയതായിട്ട് എലമെൻറ്റ്സ് ഒന്നുമില്ല. കോമഡി അത്യാവശ്യം ഫണ്ണുണ്ട്. നല്ല പടമാണ്, എല്ലാവരും കാണണം. കുടുംബകഥയായിട്ടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, കൊള്ളാം. ട്രാവലിങ്ങിൻ്റെ കുറേ അതിൻ്റെതായ കാര്യങ്ങൾ. നോർമൽ ഒരു പടമായിട്ടാണ് തോന്നി. ഇതുവരെ കണ്ടുവന്ന കഥകൾ തന്നെയാണ്, പുതിയതായിട്ട് കഥയൊന്നും ഇല്ല. അവസാനം നല്ലൊരു മെസ്സേജ് വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഈ നമ്മൾ ജസ്റ്റ് കണ്ട് ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കുക, ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. എന്നെ സംബന്ധിച്ചും ബാക്കിയുള്ള എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് എനിക്കത് ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. വലിയ ബോറിംഗ് എന്ന് പറയാനില്ല. ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോ ആണ്, ബാക്കിയൊക്കെ കുഴപ്പമില്ല. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല പടം. കണ്ടുകൊണ്ടിരിക്കുക 2.5 മണിക്കൂർ അറിയുന്നില്ല, ഒരു ഇഷ്യൂല്ല പടത്തിൽ. ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഈ സ്ക്രിപ്റ്റ് ഒന്നും നോക്കാതാണോ ഇവരൊക്കെ ഇത്രയും? ഷറഫ്, എനിക്ക് തോന്നുന്നു ഷറഫുണ്ട്, പിന്നെ ഭാസിയുണ്ട്, പിന്നെ അർജുനുണ്ട്. അതേപോലെ ഇത്രയും നല്ല ആളുകളെയൊക്കെ കിട്ടിയിട്ട് ഒരു നല്ലൊരു സിനിമ എടുക്കാൻ പകരം വളരെ ഹാഫും അല്ല, ഒരു സ്ട്രക്ചറും ഇല്ലാത്ത രീതിയിൽ സിനിമ ചെയ്തിരിക്കുന്ന കാണുമ്പോൾ വിഷമം തോന്നി. കാരണം പ്രൊഡ്യൂസറുടെയൊക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ വളരെ വിഷമം തോന്നി. കാരണം വെച്ചാൽ ഒന്നുമില്ല അതിനകത്തിൽ, സ്റ്റഫേ ഇല്ല. ചുമ്മാ ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് സിനിമ കണ്ട് പകുതിക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു ശീലമില്ല. അതുകൊണ്ടാണ് മൊത്തം ഇരുന്ന് കാണാനുള്ള ഒരു നമുക്കൊരു ടോർച്ചറായിരുന്നത്. അതങ്ങനെ പറയാനേ പറ്റും. മറ്റേ താടി വെച്ച് ആൻ്റണി, അർജുന അശോകനും കൊള്ളാം, അതിൽ അഭിനയിച്ച എല്ലാവരും കൊള്ളാം, നന്നായിരിക്കും. ഒന്നിനൊന്ന് ബെറ്റർ പിള്ളേരെല്ലാം. 2.5 മണിക്കൂർ ബെസ്റ്റ്.